Hi friends, welcome to my channel Blog by Abby 22. അപ്പോൾ ഇനി ഈ വർഷം കഴിയാൻ ഒരു എന്താ പറയുക, ഐ തിങ്ക് 28 ദിവസം മാത്രമാണ്. ഇനി ഈ വർഷം കഴിയാൻ 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ വർഷവും ഞാനിത് ചെയ്യാറില്ല. 2 വർഷമായിട്ട്, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരു 5 ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. 5 ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷം എൻ്റെ ആഗ്രഹം കുറച്ച് ഇരട്ടിയാക്കി. ഒരു 5 ആഗ്രഹത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു 5 ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു. ആ 5 ആഗ്രഹം നടന്നു എൻ്റെ ലൈഫിൽ. എല്ലാം നടന്നില്ല, 4 നടന്നു, ഒരെണ്ണം പെൻഡിങ് ആണ് ഇപ്പോഴും. അത് കുഴപ്പമില്ല, അത് ഈ വർഷത്തിൻ്റെ കൂടെ ഞാൻ കൂട്ടി എഴുതിക്കോളാം. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം നടന്നില്ല. ഈ വർഷം എനിക്ക് 10 ആഗ്രഹമുണ്ട്. ഈ 10 ആഗ്രഹം നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ വർഷം ഞാൻ എൻ്റെ ആഗ്രഹം എഴുതുകയാണ്. എഴുതി ഞാൻ ഈ വർഷം ഈ ബോക്സിനകത്തിടും. ഈ ബോക്സിനകത്ത് എൻ്റെ 10 ആഗ്രഹങ്ങൾ എഴുതി ഞാൻ ഇതിനകത്തിടും. 2025 എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം അവസാനിച്ച് ഞാൻ ഒരുപാട് സന്തോഷമായിട്ടിരുന്ന ഒരു വർഷമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ 2026 എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും, ഈ കാണുന്ന എല്ലാവർക്കും. ഇപ്പോൾ ഒത്തിരി സങ്കടമുള്ള ദിവസങ്ങളാണ്. 2-3 ദിവസമായിട്ട് ശ്രീലങ്കയിൽ നടന്ന സംഭവം നമുക്കറിയാവുന്നതല്ലേ. ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നു. അവർക്ക് വേണ്ടി ഞാനും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി കാണിക്കുന്ന ഈ ക്രൂരമായ പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാനാണ്? നമ്മൾ കാണിക്കുന്നത് പ്രകൃതി തിരിച്ച് കാണിക്കുന്നുണ്ട്. അത് എവിടെ വേണമെങ്കിലും ഇനിയും വരാം, നമുക്ക് സംഭവിക്കാം, നമ്മുടെ നാട്ടിൽ സംഭവിക്കാം. നമ്മളും ഒരു സമയത്ത് പ്രളയത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും അവിടെയുള്ള ആളുകൾക്കും എല്ലാം വേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രശ്നമൊക്കെ മാറി പഴയ പോലെ ശ്രീലങ്ക വളരെയധികം സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് ബൈ അബി 22. അപ്പോൾ ഇനി ഈ വർഷം കഴിയാൻ ഒരു എന്താ പറയുക, ഐ തിങ്ക് 28 ദിവസം മാത്രമാണ്. ഇനി ഈ വർഷം കഴിയാൻ 28 ദിവസമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ വർഷവും ഞാനിത് ചെയ്യാറില്ല. 2 വർഷമായിട്ട്, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരു 5 ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. 5 ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷം എൻ്റെ ആഗ്രഹം കുറച്ച് ഇരട്ടിയാക്കി. ഒരു 5 ആഗ്രഹത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു 5 ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു. ആ 5 ആഗ്രഹം നടന്നു എൻ്റെ ലൈഫിൽ. എല്ലാം നടന്നില്ല, 4 നടന്നു, ഒരെണ്ണം പെൻഡിങ് ആണ് ഇപ്പോഴും. അത് കുഴപ്പമില്ല, അത് ഈ വർഷത്തിൻ്റെ കൂടെ ഞാൻ കൂട്ടി എഴുതിക്കോളാം. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം നടന്നില്ല. ഈ വർഷം എനിക്ക് 10 ആഗ്രഹമുണ്ട്. ഈ 10 ആഗ്രഹം നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ വർഷം ഞാൻ എൻ്റെ ആഗ്രഹം എഴുതുകയാണ്. എഴുതി ഞാൻ ഈ വർഷം ഈ ബോക്സിനകത്തിടും. ഈ ബോക്സിനകത്ത് എൻ്റെ 10 ആഗ്രഹങ്ങൾ എഴുതി ഞാൻ ഇതിനകത്തിടും. 2025 എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം അവസാനിച്ച് ഞാൻ ഒരുപാട് സന്തോഷമായിട്ടിരുന്ന ഒരു വർഷമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ 2026 എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും, ഈ കാണുന്ന എല്ലാവർക്കും. ഇപ്പോൾ ഒത്തിരി സങ്കടമുള്ള ദിവസങ്ങളാണ്. 2-3 ദിവസമായിട്ട് ശ്രീലങ്കയിൽ നടന്ന സംഭവം നമുക്കറിയാവുന്നതല്ലേ. ഒരുപാട് പേര് ബുദ്ധിമുട്ടിക്കുന്നു. അവർക്ക് വേണ്ടി ഞാനും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി കാണിക്കുന്ന ഈ ക്രൂരമായ പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാനാണ്? നമ്മൾ കാണിക്കുന്നത് പ്രകൃതി തിരിച്ച് കാണിക്കുന്നുണ്ട്. അത് എവിടെ വേണമെങ്കിലും ഇനിയും വരാം, നമുക്ക് സംഭവിക്കാം, നമ്മുടെ നാട്ടിൽ സംഭവിക്കാം. നമ്മളും ഒരു സമയത്ത് പ്രളയത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും അവിടെയുള്ള ആളുകൾക്കും എല്ലാം വേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രശ്നമൊക്കെ മാറി പഴയ പോലെ ശ്രീലങ്ക വളരെയധികം സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വർഷത്തെ ഈ ബോക്സ് ഞാൻ വാങ്ങിക്കുന്നത് എപ്പോഴും, എല്ലാ ബോക്സും വാങ്ങിക്കുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബോക്സ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ബോക്സിൽ എൻ്റെ 10 ആഗ്രഹങ്ങൾ ഞാൻ എഴുതിയിടാണ്. ഇത് നടക്കില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിചാരിച്ച 5 ആഗ്രഹം ഈ കൊല്ലം നടന്നിരുന്നു. 5 ആഗ്രഹങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാ ആഗ്രഹങ്ങളും നടന്നിരുന്നു. അപ്പോൾ 2026 ഈ ബോക്സിനകത്ത് ഇത് അദ്ദേഹത്തിന് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ബോക്സാണ്. ഇതേപോലെ ഒരുപാട് ബോക്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടി വാങ്ങിച്ച ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 10 ആഗ്രഹങ്ങൾ എഴുതി ഇതിനകത്ത് വയ്ക്കും. എന്നിട്ട്
ഞാൻ ഈ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. വലിയ ചിലവൊന്നും ഇല്ലാത്ത ആഗ്രഹങ്ങളും ഉണ്ട്, വലിയ ചിലവുള്ള ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ വർഷം അവസാനിക്കാൻ 28 ദിവസം അടുപ്പിച്ചേ ഉള്ളൂ. എനിക്കറിയില്ല ഇത് നടക്കുമെന്ന്. എങ്കിലും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു 10 ആഗ്രഹങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് എൻ്റെ ലൈഫിൽ സൂക്ഷിച്ച് വെച്ചേക്കും. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഈ വർഷമാണ് കൂടുതൽ. 10 ആഗ്രഹം കൂടിപ്പോയി എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു 10 ആഗ്രഹമല്ലേ, നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ജീവിതത്തിൽ വരും. അതെല്ലാം നമ്മൾ മറികടന്ന് ഫ്രണ്ടിലോട്ട് തന്നെ പോകണം. ഇത് ഒരു ഉപദേശമൊന്നുമല്ല, എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് നുണകളും ഒരുപാട് ചതികളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ. എങ്കിലും നമ്മൾ ജീവിക്കണം, നമുക്ക് വേണ്ടി മാത്രം. മറ്റുള്ളവരാരും നമ്മുടെ കൂടെ എന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല. എല്ലാ ബന്ധങ്ങൾക്കും ഇറങ്ങിപ്പോക്കെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കുക. ഇറങ്ങിപ്പോകുന്നത് ചിലപ്പോൾ നമ്മളെ കളഞ്ഞിട്ട് പോകുന്നതാവാം, ചിലപ്പോൾ നമ്മളെ വിട്ടവർ എന്നേക്കുമായിട്ട് പോകുന്നതും ആവാം. രണ്ടായാലും നമ്മളതിനെ മനസ്സിലാക്കി ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാട് നമ്മളെ വിഷമിക്കുകയും ചെയ്യരുത് അതിനോർത്ത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിടുക കേട്ടോ.